സാർ പിന്നെ മെയിൻലി എഡ്യൂഫെയറിലേക്ക് കടന്നു വരുന്ന ആളുകൾ കോമൺലി അവർക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്കിവിടെ പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് ഫുൾ മൊഡ്യൂളുള്ള ആളുകൾക്കും പാർട്ട് മൊഡ്യൂളുള്ള ആളുകൾക്കും ഡിഫറൻസ് ഉണ്ട് പ്രോസസ്സിംഗ് ഫീസിൽ. അല്ലെങ്കിൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്യുന്നവരുടെ പ്രോസസ്സിംഗ് ഫീസ് അല്ല മറ്റ് അതർ ട്രേഡുകൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫുൾ മൊഡ്യൂളും പാർട്ട് മൊഡ്യൂളും തമ്മിൽ പ്രോസസ്സിംഗ് ഫീസിലൊരു ഡിഫറൻസ് ഉള്ളത്? അല്ലെങ്കിൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗും അതർ ട്രേഡ്സും തമ്മിൽ ഫീസിൽ ഒരു ഡിഫറൻസ് വരാനുള്ള ഒരു കാരണം എന്താണ്? പലപ്പോഴും പേരൻസും കുട്ടികളും ചിന്തിക്കുന്നത് ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിനുള്ള കൺസൾട്ടൻസി ഫീസ് എന്ന് പറയുന്നത് ആ കൺസൾട്ടൻസി മുഴുവനായി എടുക്കുകയാണെന്നാണ് ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ ഈ എഡ്യൂഫെയർ പോലെയുള്ള കൺസൾട്ടൻസിക്ക് ലഭിക്കുന്നുള്ളൂ. ഇതിൻ്റെ മേജർ പോർഷൻ എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികളെ പ്രോസസ്സ് ചെയ്യുകയും തിരഞ്ഞെടുക്കുകയും ഇവരെ ജർമ്മനിയിലേക്കൊക്കെ അയക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്ന ജർമ്മനിയിൽ നിന്നുള്ള നമ്മുടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സുണ്ട്. അവർക്കും ഈ ഫീസിൻ്റെ നല്ലൊരു ശതമാനം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അപ്രകാരം അവർക്ക് നൽകുന്ന ഫീസുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ ഏറ്റവും ക്വാളിറ്റിയുള്ള എംപ്ലോയേഴ്സിനെയും സ്കൂളിനെയും എല്ലാം നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരുന്നത്. പലപ്പോഴും ജർമ്മൻ 4 മൊഡ്യൂള് വേണ്ടുന്ന എംപ്ലോയറെ കൊണ്ടുവരുന്ന സമയത്ത് ഈ പാർട്ട്നേഴ്സിൻ്റെ ഫീസ് കുറവായും അതേസമയം പാർഷ്യൽ മൊഡ്യൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ ഫീസ് കൂടുതലായിട്ടും വരുന്നത് കൊണ്ടാണ് ഫുൾ മൊഡ്യൂളുള്ള ആളുകൾക്ക് കുറഞ്ഞ ഫീസും പാർഷ്യൽ മൊഡ്യൂളുള്ള ആളുകൾക്ക് കൂടുതൽ ഫീസും വന്നിട്ടുള്ളത്. നേഴ്സിങ്ങിനെ സംബന്ധിച്ച് ധാരാളം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ധാരാളം എംപ്ലോയേഴ്സും ഉള്ളതുകൊണ്ടാണ് അതിന് മറ്റു ട്രേഡുകളെ അപേക്ഷിച്ച് ഫീസ് കുറവായി ഉണ്ടാവാനുള്ള കാരണം.